വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ റിസൾട്ടാണ് SSLCൻ്റെ 3 മണിക്കാണ് വരുന്നത്. ഇപ്പോൾ സമയം 2:40 ആവാനായി. സോ ഗൈസ് റിസൾട്ടാണ്. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. വേഗം എണീറ്റിട്ടിരുന്നത്. ഞങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ ഒരു ടെൻഷനൊന്നും ഉണ്ടായില്ല, പക്ഷേ ഈ സാധനം വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. എനിവേ നമുക്ക് റിസൾട്ടിൻ്റെ റിയാക്ഷൻ വീഡിയോ എടുക്കണം. ഇതാ ഇവിടെ എത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ടെൻഷനാണ്. ഗായ്സ് അങ്ങനെ ഇനി 6 മിനിറ്റും കൂടിയല്ലോ റിസൾട്ട് വരാനായിട്ട്. ഷോ ഗായ്സ് എല്ലാവരും പ്രാർത്ഥിക്കണം. ഫൈനലി 3 മണിയായി. സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലോഡാവുന്നില്ല ഗായ്സ്. സത്യം പറഞ്ഞാൽ അറ്റാക്ക് വരാനായി എനിക്കും അവിടെ പറയുന്ന റിസൾട്ട് ആരെന്തോ മെസ്സേജ് അയക്കട്ടെ. കുറേ നേരമായി ഗായ്സ് ഇങ്ങനെ വെബ്സൈറ്റിൽ കയറി കളിക്കുന്നത്. ഒന്നിലും ഒരു മാറ്റമില്ല. സൈറ്റ് കാൻ ബി റീച്ച്ഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. 3:30 പോലും സൈറ്റ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഫുള്ള് ജാം ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇവർ റിസൾട്ടെല്ലാം പറയാനായി. നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 3:30 വരെ കാത്തിരിക്കുകയാണ്. 3:30 ആവാൻ. നമുക്ക് ടെൻഷൻ ഉണ്ടോ? നിനക്കുണ്ടോ? ഇനി 2 മിനിറ്റും കൂടി ബാക്കി. അയ്യോ കാണിക്ക്. ഇതാണ് സെറ്റും ചോറുള്ള പരിപാടി. ഈ ഡേറ്റ് ഓഫ് ബർത്ത് സെറ്റ് ചെയ്യല്. ഫസ്റ്റ് നമ്മൾ ഇവിടെ റിസൾട്ടാണ് നോക്കാൻ പോകും. സബ്മിറ്റ് അടിക്കാൻ പോകും. അത് 9 കറക്റ്റ് അല്ലേ? ഇനി അടിച്ച എൻ്റെ ദൈവമേ ആയനെ. ഗൈസ് ഒന്നും സൈറ്റ് റീച്ച് ആവുന്നില്ല. നമ്മളെ അടിക്കടിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ച 28. അയ്യോ ഇതെന്തത് കഥ? 09092010. കിട്ടി. ഫൈനലി എനിക്ക് 1 2 3 4 5 6 ഇത്ര A+ ഉണ്ട്. ഞങ്ങൾക്ക് ഒന്നിന് മാത്സിന് മാത്രമാണ് B+. ഹാപ്പി ഹാപ്പി. ഞാൻ ഇവളത് നോക്കണം. അടിക്കടിക്ക് റിസൾട്ട് എന്നാ വ്യൂ റിസൾട്ട് അടിച്ചാ അപ്പുറത്ത് പോയാലോ? വരും വരും വരും. എങ്ങനെയുണ്ട്? ഒന്നും പറയാൻ വരുന്നില്ല. കിട്ടിയാ? ഓ അടിപൊളി. ഗായ്സ് ഞങ്ങളെ റിസൾട്ടൊക്കെ ലോഡായി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴൊന്ന് ശ്വാസം എടുത്ത്. എൻ്റെ മുത്തല്ലേ ഇവളെ എനിക്ക് പൂവിട്ട് പൂജിക്കും ഞാൻ ഇന്ന്. ഇവളെ കൊണ്ടാണ് ഗായ്സ് ഞാൻ തലയെടുത്ത് നിൽക്കുന്നത്. എനിക്ക് ചിരി വരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് കാണിച്ചു തന്നിട്ടാ ഞാൻ കെമിസ്ട്രി എഴുതിയത്. നോക്കുമ്പോ എനിക്ക് ഇവക്ക് B+. എക്സാം ഹോളിന് ടീച്ചേഴ്സ് എല്ലാം പറയും നീ ഇങ്ങനെ പറഞ്ഞു കൊടുക്കരുത് മോളെ, നിന്റെ മാർക്ക് തന്നെയാ പോവുക. അപ്പൊ ഇവള് എൻ്റെ സിസ്റ്റർ. പക്ഷെ എനിക്ക് സങ്കടം ഉണ്ടായി. മമ്മി പപ്പേനെ വിളിക്കാൻ പോക്കാണ്. എന്നാലും നമുക്ക് ചെറിയ സങ്കടമെല്ലാം ഉണ്ട് ഇവളെ കരച്ചിൽ കാണുമ്പോൾ. ഇവക്ക് ഭയങ്കര വിഷമാണ്. ഒരു A+ പോയോണ്ട് നോക്കടോ. ഒരു A+ ഉണ്ട്. ഫ്ലെക്സിൽ വരാൻ പറ്റാത്തതുകൊണ്ടുള്ള സങ്കടമാണ്. 8 A+ ഉണ്ട് ഇവക്ക്. 9 ഉണ്ടെങ്കിൽ ഫോട്ടോ ഫ്ലെക്സിൽ വരും. ഫുൾ A+നും 9 A+നാണ് ഫ്ലെക്സിന് വരാൻ പറ്റുക. ഇവക്ക് ഒരു A+ പോയോണ്ടുള്ള സങ്കടമാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഇനി SSLC എഴുതാൻ പോകുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ലൈക്ക് നിങ്ങൾ ഭയങ്കരമായ പഠിപ്പൊന്നും ചെയ്യണ്ട. എന്നാൽ നിങ്ങളെ എഫേർട്സ് ഇട്ടേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ലോണം അത്യാവശ്യം കോപ്പിയിൽ അടിക്കണം. കോപ്പി അടിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ആവില്ല. അതുകൊണ്ട് കോപ്പിയിൽ അടിച്ചിട്ട് വേണം നമ്മൾ പാസ്സാവാൻ. പിന്നെ നമ്മൾ ആദ്യം തന്നെ എക്സാമുള്ള പിള്ളേരിലായിട്ട് കമ്പനി ആവുക, ടീച്ചേഴ്സായിട്ട് നല്ലൊരു ഇടപഴകലാവുക, അങ്ങനെയെല്ലാം ആയിട്ട് നമ്മൾ പാസ്സായി പോവുക. പിന്നെ അത് മാത്രമല്ല
നമുക്ക് ഈ എക്സാം സമയത്തൊന്നും ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ലൈക്ക് ഞാനല്ല ഇത് സീരിയസ് ടെസ്റ്റ് പോലെയായിരുന്നു SSLC എക്സാം കണ്ടേ. എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനേ ഉണ്ടായില്ല. എനിക്ക് മാത്രമല്ല നമ്മളെ ബാച്ചിൽ ആർക്കും ടെൻഷൻ ഉണ്ടായില്ല. സത്യം ഈ എക്സാം സമയം എന്ന് ഈ റിസൾട്ട് സമയം എന്ന് പറയുമ്പോൾ ഗൈസ് അതൊരു വല്ലാത്ത സംഭവം. എനിക്ക് തലയെല്ലാം ചുറ്റാൻ തുടങ്ങി. ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുത്തിയിരുന്നിട്ട് 3 മണിയാവണോ മറ്റേ ഇങ്ങനെ ഇരിക്കലായിരുന്നു ഗൈസ്. അതാ പറഞ്ഞാൽ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. റിയാക്ഷൻ ഒന്നും എനിക്ക് എടുക്കാനേ പറ്റിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ തല ചുറ്റി വീഴുന്നുണ്ടായിരുന്നു ഗൈസ്. അത്രത്തോളം എനിക്ക് ടെൻഷനായിട്ടുണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ കുറേ എക്സാംസ് എനിക്ക് വേറൊന്നുമല്ല, ലൈക്ക് ഈ മാത്സൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കെമിസ്ട്രി ഒന്നും ഒരു അക്ഷരം അറിയാത്ത ഞാനാണ് മേടിച്ചിട്ടിരിക്കുന്നത് ഇവിടെ. സോ താങ്ക് യു ഗൈസ്. ആദ്യം തന്നെ എനിക്ക് നമ്മളെ വിദ്യാഭ്യാസ മന്ത്രി അപ്പൂപ്പനോടാണ് പറയാനുള്ളത്. അവർ ഉണ്ടായ സമയത്ത് നമ്മളെ ലിബറലാക്കി വാലുവേഷൻ അതെല്ലാം കൊണ്ടാണ് നമുക്കിങ്ങനെ കിട്ടിയ A+. താങ്ക് യു മന്ത്രി അപ്പൂപ്പ. അപ്പം ഇന്നത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എനിക്ക് ഇവളോട് താങ്ക്സ് പറയാണ്ട് എനിക്കൊന്നും കിട്ടുന്നില്ല സന്തോഷം കൊണ്ട്. രണ്ടാമത്തെ നമ്മളെ എക്സാം ഹോളിൽ വന്ന ടീച്ചേഴ്സിനോടാണ്. പിന്നെ നമ്മള് ട്യൂഷന് നോക്കിക്കൊണ്ടായിരുന്നു. നമ്മള് സൈലത്തിലായിരുന്നു. അസ്ത്ര ബാച്ച് സ്റ്റുഡൻസ് ആണ് നമ്മള്. അപ്പൊ ഇപ്പൊ അവര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് റിസൾട്ട് പറയാനായിട്ട്. അവരോടാണ് ഏറ്റവും കൂടുതൽ താങ്ക് യു. കാരണം നമ്മൾ വേറെ ഒരു ട്യൂഷന് പോയിട്ടുണ്ടല്ലോ, ഓഫ്ലൈൻ ഒന്നിനും പോയിട്ടില്ല. ഓൺലൈൻ ട്യൂഷന് നമ്മൾ ഇത്രയും ക്ലിയർ ആക്കി പഠിപ്പിച്ച് തന്നോണ്ട് അവർക്ക് ഒരുപാട് താങ്ക്സ്. ഞാനിങ്ങനെ ഇത്രയും A+ സ്കോർ ചെയ്തെന്നാണ്. എനിക്ക് ആക്ച്വലി 7 A+ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും നമുക്ക് ഈ ഓൺ എക്സാം അങ്ങനത്തെ എക്സാം ഒക്കെ കുറേ ഉണ്ടല്ലോ, അതിനൊന്നും എനിക്ക് ഒരു A+ ഉണ്ടായില്ല. സോ ഗായ്സ് റിസൾട്ട് എല്ലാം വന്നു. നമ്മളെല്ലാം ഹാപ്പിയാണ്. ലൈക്ക് പ്രതീക്ഷിച്ചതിനെ കാട്ടി നല്ലൊരു സ്കോർ തന്നെ നമുക്ക് കിട്ടി. ഞാനിങ്ങനെ ഫുൾ A+ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ലൈക്ക് മാർക്ക് വേണം തന്നെയായിരുന്നു. അതെ, പക്ഷെ നമ്മൾ വിചാരിച്ചതിനെ കാട്ടി നല്ലൊരു മാർക്ക് തന്നെ നമുക്ക് കിട്ടി. അതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു. അതേപോലെ തന്നെ ലിബറൽ വാലുവേഷൻ ആയതുകൊണ്ടും പിന്നെ നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു 2 months ഭയങ്കര കഷ്ടപ്പെട്ടിന് കഴിച്ച് സത്യം പറയാലോ. എനിക്ക് പിന്നെ ഉറക്കമൊന്നും ഉണ്ടായില്ല. നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്ട്സൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കുറച്ച് പ്രിപ്പയർ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അങ്ങനെയെല്ലാമാണ് ഈ സ്കോർ നമുക്ക് എടുക്കാൻ പറ്റിയത്. അപ്പോൾ എല്ലാത്തിനും നന്ദി ആൻഡ് താങ്ക് യു ഗൈസ്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, RB Talks സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ സ്കോർ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.